ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ടോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് എ ഫീനിക്സ് റൈസസ്. ഇതോടുകൂടി നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കൂടാതെ തേർഡ് യൂണിറ്റും ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. സോ കാണാത്ത ഫ്രണ്ട്സൊക്കെ അത് പോയി കാണുക. ഒപ്പം എൻ്റെ ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ട്വിങ്കിൾ ഖാനയുടെ എ ഫീനിക്സ് റൈസസ് നോക്കാം. ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ബബ്ലു ആണേ. ബബ്ലുവിൻ്റെ കുട്ടിക്കാലത്ത് നിന്നാണ് നമ്മുടെ സ്റ്റോറി ആരംഭിക്കുന്നത്. ബബ്ലു എന്ന് പറയുന്നത് ക്ലാസ്സിലൊന്നും അധികം താല്പര്യമില്ലാത്ത ഒരു സ്റ്റുഡൻ്റാണ്. പക്ഷേ അവൻ എക്സ്പെരിമെൻറ്റ്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. എങ്ങനെയാണ് ഇൻക്യുബേറ്ററിനകത്ത് വെച്ചിട്ട് മുട്ട വിരിയിക്കുന്നത് എന്ന പ്രോസസ്സ് അവൻ്റെ സയൻസ് ടീച്ചറായിട്ടുള്ള മിസ്സിസ് ശർമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വളരെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവന് ആ ഒരു ടീച്ചറിനെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഒരു കുട്ടിക്കാലം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ മരണപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിൻ്റെ ചുമതലകൾ ആരേറ്റെടുക്കും? അമ്മ ഏറ്റെടുക്കും. ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാടുകൾ അമ്മ സഹിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ബബ്ലു എന്ത് ചെയ്യാണ്? അവൻ്റെ പഠിപ്പൊക്കെ നിർത്തി അവനും ഒരു ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മുടെ ബബ്ലു ജോലി കണ്ടെത്തുന്നത്. അവിടെ ഒരു അസിസ്റ്റൻറ്റിനെ പോലെ, അതായത് അവിടുത്തെ ആൾക്കാർക്ക് ചായ വാങ്ങിച്ചു കൊടുത്തും വണ്ടിയുടെ കൊച്ചു കൊച്ചു റിപ്പയറിങ് പണിയൊക്കെ ചെയ്തിട്ടാണ് അവൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പയ്യെ പയ്യെ അവൻ ഒരു വെൽഡറായിട്ട് മാറുകയാണ്. അതിനുശേഷം ഷോപ്പിലെ മുതൽ മുടക്കനായിട്ടുള്ള പണയത്തിൻ്റെ ചുമതലകളും അവൻ ഏറ്റെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് ഏറ്റെടുത്ത് അവൻ വളരാൻ തുടങ്ങിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബബ്ലു കല്യാണം കഴിക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയായി മാറുന്നു. അവൻ അറേഞ്ച്ഡ് മാരേജ് ആണ് ചെയ്യുന്നത്. ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള ഗൗരി എന്ന് പറയുന്ന കുട്ടിയെയാണ് ബബ്ലു എന്ത് ചെയ്യുന്നത്? കല്യാണം കഴിക്കുന്നത്. അത് പക്ക അറേഞ്ച്ഡ് മാരേജും ആയിരുന്നു. ഇത്രേ സെറ്റല്ലേ? ഇനിയും പറയുന്നത്, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ബബ്ലു നോക്കുമ്പോൾ തൻ്റെ അമ്മയും തൻ്റെ യങ് സിസ്റ്ററും കൂടി ചായ കുടിക്കുന്നു. അവിടെ ആരെ കാണുന്നില്ല? തൻ്റെ വൈഫായിട്ടുള്ള ഗൗരിയെ കാണുന്നില്ല. സോ നമ്മുടെ ബബ്ലു ആരെ തിരക്കി പോകുന്നു? ഗൗരി അവിടെയൊക്കെ തിരക്കുന്നു. അവൻ അങ്ങനെ തിരക്കി ചെന്ന് നോക്കുമ്പോൾ ഗൗരി എന്താണ്, വളരെ വേഗത്തിൽ ഒരു പഴയ തുണിയായിട്ട് ബാത്റൂമിലേക്ക് വേഗത്തിൽ ഓടിപ്പോണു. ഇത് കാണുമ്പോഴാണ് നമ്മുടെ ബബ്ലു മനസ്സിലാക്കുന്നത് സ്ത്രീകൾ മെൻസസ് ടൈമിൽ ബ്ലീഡിങ് തടയാൻ വേണ്ടിയിട്ട് സാനിറ്ററി നാപ്കിന് പകരം പഴയ തുണിയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഈ ഒരു മെൻസസ് ടൈമിൽ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഒട്ടും ശുചിത്വമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ബബ്ലു തീരുമാനിക്കുകയാണ് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇന്ന് വൈകിട്ട് വരുമ്പോൾ വൈഫിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. എന്താണ് നമ്മുടെ ബബ്ലു വൈഫായ ഗൗരിക്ക് കൊടുക്കാൻ പോണ ഗിഫ്റ്റ് എന്ന് നോക്കാം. ബബ്ലു അന്ന് കടയിൽ പോയിട്ട് സാനിറ്ററി നാപ്കിൻ ചോദിക്കുന്നു. ആ കടയിലെ ആൾ എന്ത് ചെയ്യുന്നു? ഒരു പഴയ ന്യൂസ് പേപ്പറിനകത്തിൽ അത് പൊതിഞ്ഞ് ബബ്ലുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ ഒരു സാനിറ്ററി നാപ്കിൻ്റെ അമിതമായ വില കേട്ടിട്ട് ബബ്ലു ഞെട്ടുന്നു. പക്ഷേ ഒരു ഡ്യൂട്ടിഫുള്ളി ആയിട്ടുള്ള ഹസ്ബൻഡ്, അല്ലെങ്കിൽ കടമയുള്ള ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ തൻ്റെ വൈഫിന് വേണ്ടി താൻ കൊടുക്കുന്ന നല്ലൊരു ഗിഫ്റ്റാണിത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 40 രൂപയാണ് സാനിറ്ററി നാപ്കിൻ ആ ഷോപ്പ് കീപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ബബ്ലു ഷോപ്പ് കീപ്പർക്ക് കൊടുക്കുന്നു. ശേഷം ഈ ബബ്ലു എന്തു ചെയ്യുന്നു? ഈ സാനിറ്ററി നാപ്കിൻ തുറന്നു നോക്കിയിട്ട് അതിലൊരു പാഡ് എടുത്ത് നോക്കുകയും അവ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നേരത്തെ തുണി കൊണ്ട് ചുറ്റിയ പഞ്ഞി നിറഞ്ഞ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പാഡെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ബബ്ലു ആ ഒരു പാഡ് എടുത്ത് അവൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് അതിന് എത്ര വെയിറ്റ് വരുമെന്ന് കണക്കാക്കുന്നു. ഏകദേശം ഒരു 10 ഗ്രാം ഉണ്ടാകുമെന്ന് അവൻ കണക്ക് കൂട്ടുന്നു. അവൻ്റെ അച്ഛൻ നൂലിൻ്റെയും പഞ്ഞിയുടെയും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബബ്ലുവിനറിയാം 10 ഗ്രാം പഞ്ഞിക്ക് 10 പൈസ പോലും വരില്ല എന്ന്. പക്ഷേ ഇവിടെ എന്താണ്? ബബ്ലു ഒരു പാടിന് 4 രൂപയാണ് കണക്ക് കൂട്ടുന്നത്. എന്നിട്ട് അത് തിരിച്ചു വെച്ചിട്ട് അവൻ എവിടേക്ക് എത്തുന്നു? വീട്ടിലേക്ക് വരികയും വളരെ രഹസ്യമായിട്ട് ഗൗരിക്ക് ഈ ഒരു സാനിറ്ററി നാപ്കിൻ എന്ത് ചെയ്യുന്നു? കൈമാറുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഈ സാനിറ്ററി നാപ്കിൻ ആസ് എ ഹസ്ബൻഡ് അവൻ ഗൗരിക്ക് കൊടുക്കുന്നത്. പക്ഷേ ഗൗരിയുടെ മുഖം അത്ര തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് ഗൗരി അത്ര ഹാപ്പി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതെന്താന്ന് നോക്കാം. ഷാലു എന്നാണ് നമ്മുടെ ബബ്ലുവിൻ്റെ യങ്ങർ സിസ്റ്ററിൻ്റെ പേര്. സോ ഷാലുവിനും ഗൗരിക്കും എല്ലാ മാസവും പാട് വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ തൈരിനും നെയ്ക്കും പോയിട്ട് പാല് വാങ്ങാനുള്ള കാശ് പോലും ഉണ്ടാകില്ല എന്ന് ആസൻ നാട്ടുമ്പുറത്തുകാരിയായിട്ടുള്ള ഗൗരി പറയുന്നു.
ഇത് കേൾക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്, കാശിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. ഓക്കെ, അപ്പം ആ ഒരു രീതിക്കൊക്കെ ചിന്തിച്ചിട്ടാണ് വൈഫായ ഗൗരി അത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബബ്ലു ഭയങ്കര നിരാശയോടെയാണ് നോക്കുന്നത്. എന്നിട്ട് ഒരു പദ്ധതി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ അവൻ്റെ ബാഗിൽ നിന്ന് കുറച്ച് പഞ്ഞിയും തുണിയും നൂലും കത്രികയും സൂചിയും ഒക്കെ എടുക്കുന്നു. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ അവൻ കുറച്ച് പഞ്ഞി എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, പരത്തുകയാണ്. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബബ്ലു ഒരു സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കി. ഈ സാനിറ്ററി നാപ്കിൻസൊക്കെ ഓരോ ബ്രാൻഡ് ഉണ്ടല്ലോ. സോ ഈ ബ്രാൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് മെറ്റീരിയലാണ് ഇതുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ബബ്ലുവിന് അറിയത്തില്ലായിരുന്നു. സോ ഉപയോഗിക്കാൻ പാകമായ ഒന്നായിരുന്നില്ല നമ്മുടെ ബബ്ലു ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. പക്ഷേ ബബ്ലു ഈ ഒരു ശ്രമം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു, അത് വിടാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു കാലയളവിനിടയിൽ അവൻ മനസ്സിലാക്കുകയാണ്, വളരെ വൃത്തിയുള്ള തുണി വേണം ഈ ഒരു ടൈമിൽ സ്ത്രീകൾ യൂസ് ചെയ്യാൻ. എന്നാൽ നാപ്കിനൊക്കെ എന്താണ്, ഭയങ്കര വിലയുമാണ്. അതുകൊണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുമില്ല. അതുകൊണ്ട് എന്താണ്, അവർ പഴയ തുണികൾ യൂസ് ചെയ്യുകയും അതെന്താണ് ശുചിത്വത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഇത് രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നും നമ്മുടെ ബബ്ലു മനസ്സിലാക്കുന്നു. പക്ഷേ വേറെ ആരും തന്നെ ഇതേപ്പറ്റി ബോധേഡായിരുന്നില്ല, അല്ലെങ്കിൽ അതേപ്പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് ബബ്ലു തൻ്റെ അയൽപ്പക്കത്ത് ഓടി നടക്കുന്ന കൊച്ചു പെൺകുട്ടികളെ നോക്കുന്നത്. അവർക്ക് ഒരു സ്ലിപ്പർ വാങ്ങാൻ പോലും കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാൻ കഴിയുന്നത് എന്ന് ബബ്ലു ചിന്തിക്കുന്നു. സോ പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബബ്ലുവിൻ്റെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൻ്റെ ഫാമിലിയെ ഇത് വളരെയധികം അസ്വസ്ഥരാക്കുന്നു. സ്ത്രീകളുടെ ആർത്തവത്തെ തുടർന്നുള്ള ഈ വൃത്തികെട്ട എക്സ്പെരിമെൻറ്റിനോടുള്ള നിൻ്റെ താല്പര്യം നിർത്താൻ ബബ്ലുവിൻ്റെ അമ്മ പറയുന്നു. അവൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് കാരണം കുടുംബത്തിന് തന്നെ മാനക്കേടാണെന്നാണ് അവൻ്റെ അമ്മ പറയുന്നത്. അങ്ങനെ ആ വില്ലേജിലും എന്ത് ചെയ്യുന്നു, ഈ ബബ്ലുവിനെ പറ്റിയിട്ടുള്ള ബബ്ലുവിൻ്റെ എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ആവുകയും ഓരോരുത്തർ ഓരോ ഗോസിപ്പ് പറയുകയും അതിനെപ്പറ്റി വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. സോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു എക്സ്പെരിമെൻ്റ് നിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ബബ്ലുവിന് കുറേ അധികം വിഷമമായിരുന്നു. അപ്പോഴാണ് അവനൊരു ഐഡിയ കിട്ടുന്നത്. അതായത് ഈ ഒരു പരീക്ഷണം മറ്റുള്ളവരുടെ അടുത്ത് വേണ്ട, അവനിൽ തന്നെ പരീക്ഷിക്കാൻ ബബ്ലു തീരുമാനിക്കുന്നു. ഇതിന് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായം അവൻ തേടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റബ്ബർ ട്യൂബ് വഴിയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഈ നാപ്കിനകത്തിൽ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനെ ആ ഒരു എക്സ്പെരിമെൻറ്റിനെ ആ വില്ലേജിലുള്ള മുഴുവൻ ആൾക്കാരും വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. ഒരു ദിവസം അവൻ്റെ അയൽക്കാരിയായിട്ടുള്ള പാരുളിൻ്റെ മകൾ ലത ഇത് കാണാൻ ഇടയുണ്ടായി. എന്നിട്ട് അവൾ അതിനെപ്പറ്റി മോശമായ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വില്ലേജിൽ പരത്തുന്നു. അതിൻ്റെ അടുത്ത ദിവസം ആ വില്ലേജിൽ ഓരോയിടത്തും ഇതേപ്പറ്റി റൂമേഴ്സ് കേൾക്കാനായിട്ട് തുടങ്ങി. ഈ റൂമേഴ്സ് എല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ നമ്മുടെ ബബ്ലുവിൻ്റെ വൈഫായിട്ടുള്ള ഗൗരി അവിടെ നിന്ന് ബബ്ലുവിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. പോകുമ്പോൾ അവൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാണോ ബബ്ലുവിൻ്റെ ഈ വൃത്തികെട്ട പ്രാന്ത് നിർത്തുന്നത്, അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഗൗരീനി മടങ്ങി വരികയുള്ളൂ. ഇത് തന്നെയാണ് അവൻ്റെ അമ്മയും ചെയ്യുന്നത്. ഇതേ സെയിം അഭിപ്രായമാണ് അവൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ബബ്ലുവിന് അവൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും വൈഫും എല്ലാവരും എന്ത് ചെയ്യപ്പെടുകയാണ്, നഷ്ടപ്പെടുകയാണ്. അതും എന്തിൻ്റെ പേരിലാണ്, ഈ ഒരു സാനിറ്ററി പ്രോജക്റ്റിൻ്റെ പേരിൽ. അവൻ്റെ കയ്യിൽ വലിയ കാശൊന്നും ഇല്ലാത്ത ആളാണ് അല്ലേ, പക്ഷെ എന്നാലും ഇതിനു വേണ്ടി പഞ്ഞിക്കും അതിനും ഇതിനും ഒക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ കളഞ്ഞിട്ടുമുണ്ട്. സാധാരണ ഒരു വെൽഡർ ആയിരുന്നു ആര്, നമ്മുടെ ബബ്ലു. പക്ഷേ അവൻ്റെ ലൈഫ് തകരുന്നത് എവിടെ നിന്നാണ്, അവൻ ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു കാര്യം ചെയ്യാനാണ് ആര് ഉദ്ദേശിച്ചിരുന്നത്, ബബ്ലു ഉദ്ദേശിച്ചിരുന്നത്. ആക്ച്വലി അത് ഗൗരിക്ക് വേണ്ടി മാത്രമായിരുന്നു. ഒന്നോർത്ത അതെല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു ഗിഫ്റ്റായിരുന്നു. സോ ഗൗരിക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരു ഡിസിഷനിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാനിറ്ററി നാപ്കിനെ പറ്റിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ വളരെ നന്മയോടെ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയ ബബ്ലുവിന് ഇന്ന് ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അവൻ്റെ ഫാമിലി, അവൻ്റെ വൈഫ്, ഫ്രണ്ട്സ് എല്ലാം എന്ത് ചെയ്തു, അവന് നഷ്ടപ്പെട്ടു. ഇത് അഡാപ്റ്റ് ചെയ്തൊരു കഥയാണേ. ഇതിൻ്റെ സിനിമയൊക്കെ ഉണ്ട് കേട്ടോ.
സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ എൻ്റെ ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്